നമസ്കാരം. 2024 കറണ്ട് അഫയേഴ്സ് സീരീസിൽ മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു പോയിന്റിൽ നിന്ന് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്ക് നൽകുന്ന 2024 ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത് കേരളത്തിലെ ഒരു സ്ഥാപനത്തിനാണ്. ഏതാണ് ആ സ്ഥാപനം? നമ്മൾ പഠിച്ചതാണ് കൈറ്റ്, അല്ലേ? കൈറ്റ് എന്ന് പറയുന്നത് ചുരുക്കെഴുത്താണ്. ചോദ്യം എന്തായിരുന്നു? സർക്കാർ രംഗത്തുള്ള IT സംരംഭങ്ങൾക്ക് നൽകുന്ന ടെക്നോളജി സഭ അവാർഡ് 2024 ലഭിച്ചത് കേരളത്തിലെ ഒരു സ്ഥാപനത്തിനാണ്. ഏതിനാണ്? കൈറ്റിനാണ്, അല്ലേ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എന്നിട്ട് കൈറ്റിൻ്റെ പൂർണ്ണരൂപം കൂടി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടായിരുന്നു. കൈറ്റിൻ്റെ പൂർണ്ണരൂപം ശ്രദ്ധിച്ചു വെക്കണം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കൈറ്റിൻ്റെ പൂർണ്ണരൂപം. എങ്ങനെയാണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അപ്പോൾ കൈറ്റിൻ്റെ പൂർണ്ണരൂപം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, തിരുത്തണം. ശരി, അടുത്തൊരു പോയിന്റിലോട്ട് വരാം. 2024 മാർച്ചിൽ മരണപ്പെട്ട മലയാളിയായിട്ടുള്ള ഒരു ചരിത്രകാരനാണ് NK ജോസ്. 2024 മാർച്ചിൽ മരണപ്പെട്ട മലയാളിയായിട്ടുള്ള ചരിത്രകാരനാണ് NK ജോസ്. ഇദ്ദേഹത്തിന് ഒരു അപരനാമമുണ്ട്, ദളിത് ബന്ധു. ദളിത് ബന്ധു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: 2024 മാർച്ചിൽ മരണപ്പെട്ട ദളിത് ബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ചരിത്രകാരനാര് എന്ന് ചോദിച്ചാൽ NK ജോസ് ആണ്. അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ചോദ്യങ്ങളെല്ലാം പ്രസ്താവന രീതിയിലാണ്, അല്ലേ? അപ്പോൾ ഈ ദളിത് ബന്ധു എന്നറിയപ്പെടുന്ന ചരിത്രകാരൻ NK ജോസിന് മുമ്പ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചില കൃതികൾ കൂടി നിങ്ങൾ പരിചയപ്പെട്ടു വയ്ക്കണം. ചാന്നാർ ലഹള, അല്ലേ? ഒരു ചരിത്ര സംഭവമാണ്, ചരിത്രകാരനാണ്. ചാന്നാർ ലഹള എന്ന് പറയുന്ന ഒരു കൃതി, പുലയ ലഹള, പിന്നെ അയ്യങ്കാളി, വൈക്കം സത്യാഗ്രഹം എന്നിങ്ങനെയുള്ള കൃതികൾ ആര് രചിച്ചിട്ടുണ്ട്? NK ജോസ് രചിച്ചിട്ടുണ്ട്. അപ്പോൾ ദളിത് ബന്ധു എന്നറിയപ്പെടുന്ന NK ജോസ് ചരിത്രകാരനാണ്. 2024 മാർച്ചിൽ മരണപ്പെട്ടു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ചാന്നാർ ലഹള, പുലയ ലഹള, അയ്യങ്കാളി, വൈക്കം സത്യാഗ്രഹം എന്നീ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പുരസ്കാരത്തിലോട്ട് വരാം. കേരള സർക്കാർ നൽകുന്ന ഒരു പുരസ്കാരമാണ് PK കാളൻ പുരസ്കാരം. സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു പുരസ്കാരമാണ്. ഏത്? PK കാളൻ പുരസ്കാരം. 2022 PK കാളൻ പുരസ്കാരം 2024 പ്രഖ്യാപിച്ചു. 2022 എന്ന് പറയുമ്പോൾ പഴയ കാര്യമല്ല, പുതിയ കാര്യമാണ്. 2024 ഈ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ 2022 സംസ്ഥാന സർക്കാർ നൽകുന്ന PK കാളൻ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് ആർക്കാണ് ലഭിച്ചത് എന്ന് മനസ്സിലാക്കി വെക്കണം. K കുമാരൻ. ആർക്കാണ് ലഭിച്ചത്? K കുമാരൻ, അല്ലേ? ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് PK കാളൻ പുരസ്കാരം എന്ന് പറഞ്ഞു. ആരാണ് PK കാളൻ എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഫോക്ലോർ അക്കാഡമി ഉണ്ട്. നാടൻ കലകളുമായി ബന്ധപ്പെട്ട്, നാടൻ കലകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഏത്? ഫോക്ലോർ അക്കാഡമി. ആ ഫോക്ലോർ അക്കാഡമിയുടെ മുൻ അധ്യക്ഷനായിരുന്നു ആര്? PK കാളൻ. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പുരസ്കാരമാണ് PK കാളൻ പുരസ്കാരം. അപ്പോൾ ഈ പുരസ്കാരം ലഭിക്കുന്നത് ആർക്കായിരിക്കും? നാടൻ കലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾക്കായിരിക്കും. അപ്പോൾ അത് ഇത്തവണ ലഭിച്ചേക്കുന്നത്, അതായത് 2022 PK കാളൻ പുരസ്കാരം ഇത്തവണ ലഭിച്ചിരിക്കുന്നത് K കുമാരനാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. K കുമാരൻ
ഏത് നാടൻ കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കണം. ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഏത് കല എന്ന് ചോദിച്ചാൽ ചിമ്മാനക്കളി എന്ന് പറയുന്ന ഒരു കലാരൂപവുമായി, നാടൻ കലാരൂപവുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? കെ കുമാരൻ. ചിമ്മാനക്കളി. ചിമ്മാനക്കളി എന്ന് പറയുന്നത് നമ്മുടെ വടക്കൻ കേരളത്തിൽ, ഉത്തര കേരളത്തിൽ പുലയ സമുദായ അംഗങ്ങൾക്കിടയിലുള്ള ഒരു കലാരൂപമാണ്. ഏത്? ചിമ്മാനക്കളി. നാടകരൂപമില്ലേ, ആ നാടകരൂപത്തിലുള്ള ഒരു കലാരൂപമാണ് ചിമ്മാനക്കളി. അപ്പോൾ കെ കുമാരൻ 2022 PK കാളൻ പുരസ്കാര ജേതാവ്. അദ്ദേഹം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിമ്മാനക്കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലോട്ട് വരാം. 2023 സരസ്വതി സമ്മാൻ 2024 പ്രഖ്യാപിച്ചു. 2023 സരസ്വതി സമ്മാൻ നമുക്കറിയാം ദേശീയ തലത്തിൽ സാഹിത്യരംഗത്ത് നൽകുന്ന പുരസ്കാരമാണ്. ദേശീയ തലത്തിൽ സാഹിത്യരംഗത്ത് നൽകുന്ന പുരസ്കാരമാണ് ഏത്? സരസ്വതി സമ്മാൻ, അല്ലെ? ബിർള ഫൗണ്ടേഷനാണ് ഈ പുരസ്കാരം നൽകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മലയാളികൾക്ക് സരസ്വതി സമ്മാൻ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ പ്രഭാവർമ്മയ്ക്കാണ്. ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്ന 4ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്ന 4ാമത്തെ മലയാളി. ആദ്യമായിട്ട് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് 1995 ബാലാമണി അമ്മയ്ക്കാണ്. 1995 ബാലാമണി അമ്മയ്ക്കാണ് ആദ്യമായിട്ട് സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. പിന്നെ കെ അയ്യപ്പ പണിക്കർക്ക് ലഭിച്ചിട്ടുണ്ട്, സുഗതകുമാരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 4ാമതായിട്ട് പ്രഭാവർമ്മയ്ക്കും ലഭിച്ചു, 4ാമത്തെ മലയാളി. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് 2023 സരസ്വതി സമ്മാൻ പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് ലഭിച്ചത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. ഏതാണ് കൃതി? രൗദ്ര സാത്വികം. ഏതാണ് കൃതി? രൗദ്ര സാത്വികം. ഒരു കാവ്യ ആഖ്യായികയാണ്. ആ കൃതിക്കാണ്, രൗദ്ര സാത്വികത്തിനാണ് 2023 സരസ്വതി സമ്മാൻ പ്രഭാവർമ്മയ്ക്ക് ലഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2024 ജ്ഞാനപ്പാന പുരസ്കാരം. അപ്പോൾ ജ്ഞാനപ്പാന പുരസ്കാരം 2024 ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ്. രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് ജ്ഞാനപ്പാന പുരസ്കാരം 2024 ലഭിച്ചത്. ഇവിടെ വേറൊരു കാര്യം കൂടി ഓർത്തോണം. 2023 ജ്ഞാനപ്പാന പുരസ്കാരം അത് നിങ്ങളുടെ ശ്രദ്ധയിൽ വേണം. 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് കവി മധുസൂദനൻ നായർക്കാണ്. 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കവി മധുസൂദനൻ നായർക്കാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്ക് എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. ജ്ഞാനപ്പാന പുരസ്കാരം ആദ്യം ലഭിച്ചത് ജി അരവിന്ദനാണ്. ജി അരവിന്ദൻ അറിയാം, മലയാളത്തിലെ അറിയപ്പെടുന്ന ചലച്ചിത്ര സംവിധായകനാണ് ആര്? ജി അരവിന്ദൻ. അപ്പോൾ ആ ജി അരവിന്ദനാണ് ആദ്യമായിട്ട് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. ശരി, അടുത്തൊരു പോയിന്റിലോട്ട് വരാം. 17ാമത് മലയാറ്റൂർ പുരസ്കാരം, മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്ന 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ളതും നല്ല ഒരു ചോദ്യമായിരിക്കും. സാറാ ജോസഫിനാണ് ലഭിച്ചത്. 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറാ ജോസഫിനാണ്. സാറാ ജോസഫിൻ്റെ എസ്തർ എന്ന് പറയുന്ന കൃതിക്കാണ് 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. ഒരു ശ്രദ്ധ അതിനകത്ത് വേണം. ഇനി അത് കഴിഞ്ഞിട്ട് 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ശ്രദ്ധിക്കേണ്ട ഒരു സാഹിത്യ പുരസ്കാരമാണ്. അത് ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ പോൾ സക്രിയയ്ക്കാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പോൾ സക്രിയയ്ക്കാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അധികം താമസിയാതെ ഇന്ത്യ IC ചിപ്പിൻ്റെ നിർമ്മാണ കേന്ദ്രമാവും, IC ചിപ്പുകളുടെ അല്ലെങ്കിൽ സെമി കണ്ടക്ടറുകളുടെ ഒരു ഹബ്ബായിട്ട് മാറും എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ്. നല്ല ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് സ്ഥാപിക്കപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ധൊളേറയിലാണ്. ധൊളേറ എവിടെയാണ്? ഗുജറാത്തിലാണ്.
അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് സ്ഥാപിക്കപ്പെടുന്നത് ധൊളേറ, ഗുജറാത്ത്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലോട്ട് വരാം. ദേശീയ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം. ദേശീയ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? ഗംഗാ ഡോൾഫിൻ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഏത്? ഗംഗാ ഡോൾഫിൻ അല്ലെ? ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഓർത്തു വയ്ക്കണം, പാറ്റ്നയിലാണ്. പാറ്റ്ന എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. പാറ്റ്ന, ബീഹാർ. ഇത് പറയുമ്പോൾ അല്ലാതെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗംഗാ ഡോൾഫിൻ സാങ്ച്വറി. ഗംഗാ ഡോൾഫിൻ സാങ്ച്വറി എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഗംഗാ ഡോൾഫിൻ സാങ്ച്വറിയും ബീഹാറിലാണ്. വിക്രമശില ഗംഗാ ഡോൾഫിൻ സാങ്ച്വറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഗംഗാ ഡോൾഫിൻ സാങ്ച്വറി എവിടെയാണെന്ന് ചോദിച്ചാൽ വിക്രമശില, ഭഗൽപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഭഗൽപൂർ, ബീഹാറിലെ ഭഗൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വിക്രമശില ഗംഗാ ഡോൾഫിൻ സാങ്ച്വറി ഉള്ളത്. അപ്പോൾ വിക്രമശില ഗംഗാ ഡോൾഫിൻ സാങ്ച്വറി. ഇപ്പോൾ പറഞ്ഞത് ദേശീയ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പുതുതായിട്ട് നിലവിൽ വരുന്നത്, ആദ്യമായിട്ട് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാറ്റ്നയിലാണ്, ബീഹാറിലാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് തുലിപ്പ് തോട്ടം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുലിപ്പ് തോട്ടം. തുളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലങ്കാര സസ്യമാണ്, വലിയ പൂവുള്ള ഒരു അലങ്കാര സസ്യമാണ് ഏത്? തുളിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുലിപ്പ് തോട്ടം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലാണ്. അത് വാർത്തയിൽ വന്നിരുന്നു. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുലിപ്പ് തോട്ടം എവിടെയാണെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിൽ എവിടെയെന്ന് ചോദിച്ചാൽ ശ്രീനഗറിലാണ്. അവിടെ ഇന്ദിരാഗാന്ധിയുടെ പേരിലൊരു പാർക്കുണ്ട്. ശ്രീനഗറിൽ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ പാർക്കുണ്ട്. ആ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ പാർക്കിലാണ് ഈ പറഞ്ഞ തുലിപ്പ് തോട്ടം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുലിപ്പ് തോട്ടം ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുലിപ്പ് തോട്ടം ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ്? ശ്രീനഗറിലാണ് എന്നുള്ള കാര്യം അവിടെ ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2024 മാർച്ച് 13 ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം അല്ലേ? അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും, യൂണിഫോം സിവിൽ കോഡ് നേരത്തെ എവിടെയുണ്ട്? ഗോവയിലുണ്ട് അല്ലേ? അപ്പോൾ ആദ്യമായി എന്ന് പറയുന്ന ആ ഒരു വാക്കിനോട് ചിലപ്പോൾ നിങ്ങൾക്ക് പൊരുത്തപ്പെടാനായിട്ട് പറ്റത്തില്ല. ഇന്ത്യയിൽ പണ്ട് മുതൽ തന്നെ എന്തുണ്ട്? ഗോവയിൽ എന്തുണ്ട്? യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്, ഏകീകൃത സിവിൽ കോഡ് അല്ലേ? ഏകീകൃത സിവിൽ കോഡ് നമ്മുടെ ഭരണഘടനയിൽ 44-ാമത്തെ വകുപ്പിൽ പറയുന്നത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിൽ നേരത്തെ തന്നെ ഗോവയിൽ യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. അത് ഗവൺമെൻറ് കൊണ്ടുവന്നൊന്നുമല്ല, നേരത്തെ പോർച്ചുഗീസ് അധിനിവേശ കാലം മുതൽ തന്നെ ഗോവയിൽ എന്തുണ്ട്? യൂണിഫോം സിവിൽ കോഡുണ്ട്. ആ പ്രദേശം പിന്നീട് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ സ്വാതന്ത്ര്യാനന്തരം ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വരുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് ശ്രദ്ധിച്ചു വെക്കണം, ഉത്തരാഖണ്ഡിലാണ്. സ്വാതന്ത്ര്യാനന്തരം യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിന് പുറമെ യൂണിഫോം സിവിൽ കോഡുള്ള ഒരൊറ്റ സംസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ. അതേതാണ്? ഗോവയിലാണ്. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, ഗോവ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എന്തുണ്ട്? യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് സ്വാതന്ത്ര്യാനന്തരം നിലവിൽ വന്ന, അതായത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടുകൂടി നിയമസഭ പാസാക്കിയ ബില്ല്, അതിന് രാഷ്ട്രപതി അംഗീകാരം കൊടുത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എല്ലാ സർക്കാർ രേഖകളിലും മാതാവിൻ്റെ പേര് നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര്, മാതാവിൻ്റെ പേര് നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, മാർച്ച് മാസം എന്നൊക്കെ പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ 2024 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആ തുടക്കത്തിലോട്ട് വന്നു കഴിഞ്ഞു അല്ലേ?
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം, പോസ്റ്റൽ വോട്ട് ഏതെങ്കിലും രീതിയിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ പറ്റും. ഇതല്ല ഉദ്ദേശിക്കുന്നത്. വയസ്സായ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസ്റ്റൽ വോട്ട് ചെയ്യാം. അപ്പോൾ ആ വയസ്സായ ആൾക്കാർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം നേരത്തെ 80 ആയിരുന്നു. പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 80 ആയിരുന്നു. പക്ഷേ 2024 മാർച്ചിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തു? പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം ഉയർത്തി. എത്രയായിട്ടാണ് ഉയർത്തിയത് എന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം. 85 വയസ്സായിട്ടാണ് ഉയർത്തിയത്. അപ്പോൾ 2024 മാർച്ചിൽ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം എത്രയായിട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വർദ്ധിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 85 വയസ്സായിട്ടാണ് വർദ്ധിപ്പിച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമുക്കറിയാം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിനൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഉണ്ടായിരിക്കും, അല്ലേ? നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് 3 പേരാണ്. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും, അല്ലേ? ആ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് നമുക്ക് അറിയാം. ആരാണ്? രാജീവ് കുമാറാണ്. ആരാണ്? രാജീവ് കുമാർ, അല്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ കാര്യം പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്, അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ്, അല്ലേ? രാജീവ് കുമാറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് 2 അംഗങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ 2024 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗത്വം രാജിവെച്ച കമ്മീഷണർ ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് അരുൺ ഗോയലാണ്. 2024 മാർച്ചിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അംഗത്വം, അതായത് ഈ 2 അംഗങ്ങളിൽ ഒരാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗത്വം എന്ത് ചെയ്തു? രാജിവെച്ചു. ആരെന്ന് ചോദിച്ചാൽ അരുൺ ഗോയലാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഒരു അംഗം രാജിവെച്ചത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. 2024 മാർച്ചിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗത്വം രാജിവെച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് അരുൺ ഗോയലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, കിഷോർ മക്വാന. ആരെന്നറിയാമോ? കിഷോർ മക്വാന ദേശീയ പട്ടികജാതി കമ്മീഷൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? അപ്പോൾ 2024 ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട്, ചെയർമാനായിട്ട് നിയമിതനായത് ആര് എന്ന് മനസ്സിലാക്കി വെക്കണം. കിഷോർ മക്വാന, അല്ലേ? നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ. അപ്പോൾ ആ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ കിഷോർ മക്വാന. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, കിഷോർ മക്വാന താഴെ പറയുന്ന ഏത് ദേശീയ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് എന്ന് ചോദിച്ചാൽ ഏതിൻ്റെയാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അധ്യക്ഷനാണ്. നമുക്കറിയാം, ദേശീയ തലത്തിൽ പട്ടികജാതിക്ക് വേണ്ടി പ്രത്യേക കമ്മീഷനുണ്ട്, പട്ടികവർഗത്തിന് വേണ്ടിയിട്ട് പ്രത്യേക കമ്മീഷനുണ്ട്. പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് അന്താർ സിംഗ് ആര്യയാണ്. നിലവിൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അന്താർ സിംഗ് ആര്യയാണ്. കറണ്ട് അഫയേഴ്സിൽ വരുന്നത് കിഷോർ മക്വാനയാണ്. 2024 മാർച്ചിലാണ് അദ്ദേഹത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായിട്ട് നിയമിച്ചത്. അപ്പോൾ ആ 2 പേരും ഒന്ന് ഓർത്തു വയ്ക്കുക. കിഷോർ മക്വാനയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് AS രാജീവ് ഒരു നിയമനമാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നമുക്കറിയാം 1964 സ്ഥാപിക്കപ്പെട്ടതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പിള്ളേരുടെ പുസ്തകത്തിൽ പഠിക്കാൻ കൊടുത്തിരിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ട എന്നാണ് 1964. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ 2024 മാർച്ചിലാണ് അദ്ദേഹത്തെ നിയമിച്ചത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആര് ചോദിച്ചാൽ AS രാജീവാണ്. AS രാജീവാണ്. രാജീവ് കുമാറാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അല്ലേ? ഇതിപ്പോൾ എന്താണ്? AS രാജീവ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായിട്ട് 2024 മാർച്ചിൽ നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ AS രാജീവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നായബ് സിംഗ് സൈനി ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് ഈ അടുത്ത കാലത്ത് സത്യപ്രതിജ്ഞ ചെയ്തത്?
2024 മാർച്ചിൽ നായബ് സിംഗ് സൈനി ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? നല്ല ചോദ്യമായിരിക്കും. എവിടത്തെയാണ്? ഹരിയാന. എവിടുത്തെ മുഖ്യമന്ത്രിയാണ് നായബ് സിംഗ് സൈനി? ഹരിയാന. മനോഹർ ലാൽ ഖട്ടർ ആയിരുന്നു ഹരിയാനയിലെ മുഖ്യമന്ത്രി. അദ്ദേഹം ചില സാഹചര്യത്തിൽ രാജിവെച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് നായബ് സിംഗ് സൈനിയാണ്. ഓർത്തു വയ്ക്കണം. ഇതുപോലെ ചില മുഖ്യമന്ത്രിമാരുടെ പേര് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. രേവന്ത് റെഡ്ഡി, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പേരാണ് രേവന്ത് റെഡ്ഡി. നിലവിലെ ഏത് സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയാണ്? തെലങ്കാനയിലെ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി, അല്ലേ? ബീരേൻ സിംഗ്, ഈ പറഞ്ഞ വർഗീയ കലാപമൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഗോത്ര കലാപം നടക്കുന്ന എവിടെയാണ്? മണിപ്പൂർ. മണിപ്പൂരിലെ മുഖ്യമന്ത്രി ആരാണ്? ബീരേൻ സിംഗ് ആണ്. ബീരേൻ സിംഗ് ആണ് മണിപ്പൂരിലെ മുഖ്യമന്ത്രി. അതുപോലെ മിസോറാമിലെ മുഖ്യമന്ത്രി, അതും ശ്രദ്ധിച്ചു വെക്കണം. മിസോറാമിലെ മുഖ്യമന്ത്രിയാണ് ലാൽഡുഹോമ. ഈ അടുത്ത കാലത്തായിട്ടാണ് അവിടെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന മുഖ്യമന്ത്രി ഉണ്ടായത്. അപ്പോൾ ലാൽഡുഹോമ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ മിസോറാമിലെയാണ്. അതുപോലെ ഭജൻലാൽ ശർമ്മ, ഭജൻലാൽ ശർമ്മ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ മോഹൻ യാദവ് എവിടുത്തെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയാണ്. ആര്? മോഹൻ യാദവ്. ശ്രദ്ധിച്ചു വെക്കണം. അപ്പോൾ മോഹൻ യാദവ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി, ഭജൻലാൽ ശർമ്മ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി, ലാൽഡുഹോമ മിസോറാമിലെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മണിപ്പൂരിലെ മുഖ്യമന്ത്രിയാണ്. ആര്? മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ആണ്, അല്ലെ? മാണിക് സാഹ, അത് ത്രിപുരയിലെ മുഖ്യമന്ത്രിയാണ്. ത്രിപുരയിലെ മുഖ്യമന്ത്രിയാണ് ആര്? മാണിക് സാഹ. രേവന്ത് റെഡ്ഡി എവിടുത്തെ മുഖ്യമന്ത്രിയാണ്? അത് തെലങ്കാനയിലെ മുഖ്യമന്ത്രിയാണ്. അതുപോലെ ഓർത്തു വയ്ക്കണം, നായബ് സിംഗ് സൈനി എവിടുത്തെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ എവിടുത്തെയാണ്? ഹരിയാനയിലെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരാണ്? അത് സംശയം വരും. ഇന്ത്യയിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അരവിന്ദ് കെജ്രിവാളാണ്, അല്ലേ? ചോയ്സിൽ ഹേമന്ത് സോറൻ എന്നും തന്നിരിക്കും. ഹേമന്ത് സോറനും കള്ളപ്പണ കേസിൽ ED എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു അറസ്റ്റാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ നടന്നത്. ഇതിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് കെജ്രിവാളാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് അരവിന്ദ് കെജ്രിവാളാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. INS ജഡായു നേവൽ ബേസ് ഈ അടുത്ത കാലത്തായിട്ട് കമ്മീഷൻ ചെയ്യപ്പെട്ടു. INS ജഡായു. അപ്പോൾ INS ജഡായു എന്ന് പറയുന്ന നേവൽ ബേസ് അടുത്ത കാലത്തായിട്ട് കമ്മീഷൻ ചെയ്യപ്പെട്ടു. എവിടെയാണ് INS ജഡായു എന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപിലാണ് INS ജഡായു. കേട്ടോ, കൊല്ലമെന്നൊന്നും എഴുതി വയ്ക്കരുത്. INS ജഡായു നേവൽ ബേസ് എവിടെയാണ് ഈ അടുത്ത കാലത്ത് കമ്മീഷൻ ചെയ്യപ്പെട്ടത്? 2024 മാർച്ചിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട INS ജഡായു നേവൽ ബേസ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപിലാണ്. നിങ്ങൾ ലക്ഷദ്വീപ് എന്ന് മാത്രം പഠിച്ചാൽ ചിലപ്പം കുഴപ്പം വരും. ലക്ഷദ്വീപിൽ ഒരുപാട് ദ്വീപസമൂഹങ്ങളുണ്ട്. അതിലേത് ദ്വീപസമൂഹത്തിലാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. മിനിക്കോയിലാണ്. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലാണ് ഏത്? INS ജഡായു നേവൽ ബേസ് ഈ അടുത്ത കാലത്ത് കമ്മീഷൻ ചെയ്യപ്പെട്ടത്. ശരി, അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കുക. മിനിക്കോയി. ശരി, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണ് എന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ്. എന്താണ് പറഞ്ഞത്? അണ്ടർ വാട്ടർ മെട്രോ, അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ എവിടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ എവിടെയാണ്? കൊച്ചിയിലാണ്, അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണ്. അപ്പോൾ അണ്ടർ വാട്ടർ മെട്രോ എന്ന് പറയുമ്പോൾ ഏത് നദിക്ക് താഴെയാണ് ഈ മെട്രോ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹുഗ്ലി നദിക്ക് താഴെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സർവീസ്, ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ മെട്രോ ഏതെന്ന് ചോദിച്ചാൽ ഏതാ പറയുക? കൊൽക്കത്ത മെട്രോയാണ്, അല്ലേ? ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽ ഏതെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ്. ആ കൊൽക്കത്ത മെട്രോ റെയിലുമായി ബന്ധപ്പെട്ടാണ് ഈ അണ്ടർ വാട്ടർ മെട്രോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഏത് നദിക്ക് താഴെയാണ്? അത് ഹുഗ്ലി നദിക്ക് താഴെയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ കാര്യം നമുക്കറിയാം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ എന്ന് ചോദിച്ചാൽ
കൊച്ചിയാണ്. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ധനസഹായം നൽകുന്നത് ഏത് രാജ്യമാണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്തിലെ ഏജൻസിയാണ് എന്ന് ചോദിച്ചാൽ ജർമ്മൻ ഏജൻസിയാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ധനസഹായം നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ കൊച്ചി മെട്രോ വന്നല്ലോ, കൊച്ചി മെട്രോ, ആ കൊച്ചി മെട്രോയ്ക്ക് ധനസഹായം നൽകിയിരിക്കുന്നത് ജപ്പാനാണ്. കൊച്ചി മെട്രോ റെയിലിന് ധനസഹായം നൽകിയിരിക്കുന്നത് ജപ്പാനാണ്. പക്ഷേ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ധനസഹായം നൽകിയിരിക്കുന്നത് ജർമ്മനിയാണ്, ഒരു ജർമ്മൻ ഏജൻസിയാണ്. കൊച്ചി മെട്രോ റെയിലിന് ധനസഹായം നൽകിയിരിക്കുന്നത് ഏത് രാജ്യമാണ് എന്ന് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ജപ്പാനാണ്. ഇവിടുത്തെ കാര്യത്തിൽ ജർമ്മനിയാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ കാര്യം പറയുമ്പോൾ അത് ജർമ്മനിയാണ്. അതും കൂടി ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്, സൈബർ ടെലികോം പണത്തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര IT മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? അല്ലേ, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പണത്തട്ടിപ്പുകൾ, സൈബർ ഇടങ്ങളിൽ പണത്തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ സൈബർ ടെലികോം പണത്തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര IT മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏതാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ചക്ഷു പ്ലാറ്റ്ഫോം എന്നാണ് അതിൻ്റെ പേര്. എന്താണ്? ചക്ഷു പ്ലാറ്റ്ഫോം. സൈബർ ടെലികോം പണത്തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര IT മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിച്ചാൽ ചക്ഷു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ദ ഓർഡർ ഓഫ് ഡ്രഗ് ഗ്യാലപ്പോ ഏത് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ്? ദ ഓർഡർ ഓഫ് ഡ്രഗ് ഗ്യാലപ്പോ എന്നത് ഏത് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് എന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്തിൻ്റെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെവലിയാർ ബഹുമതിയുടെ കാര്യം പറഞ്ഞിരുന്നു, അല്ലേ? ഫ്രഞ്ച് സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഏതെന്ന് പഠിച്ചു? ഷെവലിയാർ പുരസ്കാരം എന്ന് പഠിച്ചു. 1802 സാക്ഷാൽ നെപ്പോളിയൻ ആണ് ഷെവലിയാർ പുരസ്കാരം ആരംഭിച്ചത് എന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? 2024 ഷെവലിയാർ പുരസ്കാരത്തിന് ഒരു മലയാളി അർഹയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. തിരുവിതാംകൂർ രാജകുടുംബാംഗമായിട്ടുള്ള ഗൗരി പാർവതി ഭായിക്ക് 2024 ഷെവലിയാർ പുരസ്കാരം ലഭിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ദ ഓർഡർ ഓഫ് ഡ്രഗ് ഗ്യാലപ്പോ ഏത് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് എന്ന് ചോദിച്ചാൽ ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ദ ഓർഡർ ഓഫ് ഡ്രഗ് ഗ്യാലപ്പോ. അപ്പോൾ ഇത് 2024 ഭൂട്ടാൻ ഗവൺമെൻറ് ആർക്ക് നൽകി എന്ന് കൂടി ശ്രദ്ധിച്ചു വയ്ക്കണം. നമ്മുടെ പ്രധാനമന്ത്രിക്കാണ് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ദ ഓർഡർ ഓഫ് ഡ്രഗ് ഗ്യാലപ്പോ എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി നൽകിയത് ഏത് അയൽ രാജ്യമാണ് എന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു വരുന്നത് 2024 മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ്. 2 ക്ലാസ്സുകളിലായിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പൂർത്തിയാക്കാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.